തുടരുന്നു. ഇടുക്കി ലോവർ പെരിയാർ അണക്കെട്ടിന്റെ ഷട്ടറുകളിൽ വൻ ചോർച്ച കണ്ടെത്തി. 4 മണിക്കൂർ തുടർച്ചയായി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന ജലം പ്രതിദിനം ചോർന്നു പോവുകയാണ്. ചോർച്ച രൂക്ഷമായതോടെ ഷട്ടറുകൾ തകരുമോ എന്ന ആശങ്കയിലാണ് നാട്ടുകാർ. ലോവർ പെരിയാർ അണക്കെട്ടിന്റെ ഷട്ടറുകളിൽ 3 എണ്ണത്തിലാണ് ചോർച്ച രൂക്ഷമായിരിക്കുന്നത്. ഇതിൽ ഒരു ഷട്ടറിന്റെ സ്ഥിതി അതീവ ഗുരുതരമാണ്. ഒന്നര വർഷം മുമ്പ് ഷട്ടറുകളുടെ അറ്റകുറ്റപ്പണി നടത്തിയെങ്കിലും 9 മാസം മുമ്പ് ഇവ വീണ്ടും ചോർന്നൊലിക്കാൻ തുടങ്ങി. വനപ്രദേശത്താണ് ഷട്ടറുകൾ എന്നതിനാൽ ചോർച്ച സംബന്ധിച്ച വിവരം പുറത്തറിഞ്ഞത് ഏറെ വൈകിയാണ്. അറ്റകുറ്റപ്പണിയിൽ ക്രമക്കേടുകൾ നടന്നിട്ടുണ്ടെന്നും അതിനാൽ ഇത് മൂടിവെക്കാനാണ് അധികൃതർ ശ്രമിക്കുന്നതെന്നും ആരോപണമുയരുന്നുണ്ട്. അത് മെയിൻ്റനൻസ് നടത്തിയിട്ട് ഇപ്പോൾ 1 വർഷമാകുന്നേ ഉള്ളൂ. നമുക്കിപ്പോൾ കാണാം, ഈ കാണുന്ന വെള്ളമൊഴുക്ക് അത് വളരെ ഗൗരവമായി കാണേണ്ട സംഭവമാണ്. ഈ ഇതുപോലെ വെയിലത്ത് ഇത്രയും വെള്ളം നഷ്ടപ്പെട്ടു പോവുക എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. ഒന്ന്. രണ്ടാമതുള്ള കാര്യം, ഇത് ബലക്ഷയമുണ്ട്, ആ നിർമ്മാണത്തിൽ അപാകതയുണ്ട്, അത് വിജിലൻസ് അന്വേഷിക്കണം. അപാകത ഉള്ളത് കൊണ്ടാണ് ഇത് നോക്കാത്തത്. വൈദ്യുതോൽപാദനത്തിലുള്ള ജലം വലിയ തോതിൽ പാഴായിട്ടും ചോർച്ച പരിഹരിക്കാനുള്ള നടപടികൾ ഒന്നും ഉണ്ടായിട്ടില്ല. ഷട്ടറുകൾ തകരുമോ എന്ന ഭീതി തീരദേശവാസികളിൽ വ്യാപകമാകുന്നുണ്ട്. എന്നാൽ അധികൃതർ നിസ്സംഗത തുടരുകയാണ്. ഷട്ടറുകളുടെ അറ്റകുറ്റപ്പണിയിൽ അഴിമതി നടന്നിട്ടുണ്ടോ എന്ന് അന്വേഷിക്കണമെന്നും ആവശ്യമുയരുന്നുണ്ട്. ചെറുതോണിയിൽ നിന്നും ടിൽസ് ജെയിംസിനൊപ്പം റിപ്പോർട്ടർ ഇടുക്കി.